പ്രൈസ് ഗോഡ്. ബോൺ അഗെയിൻ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചിട്ടുള്ളവർക്ക് ദൈവത്തെ അറിയുകയും ദൈവത്തെ അറിയാനുള്ള വാഞ്ചയും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാകും. അതൊരു വശത്ത് നിൽക്കുമ്പോഴേ ദൈവത്തെ നന്നായിട്ട് അറിയാം എന്ന് പറയുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേര് പിശാചെന്ന. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ അറിയാം എന്ന് പറയുന്നതിനകത്തല്ല കാര്യം. യാക്കോബ് 2:19 പറയുന്നത് അവന് ദൈവത്തെ അറിയാതെ മാത്രമല്ല, അവൻ അത് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്, അവന് ഭയമുണ്ട്. പക്ഷെങ്കിൽ അവൻ ചെയ്യാത്തൊരു കാര്യമുണ്ട്, അവൻ ദൈവത്തെ അനുസരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവ മക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ കൽപ്പന കാക്കും. അപ്പോൾ തന്നെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കും. ഇഫ് യു ലവ് മീ ലവ് വൺ അനദർ. ഇതാണ് കർത്താവ് പറഞ്ഞിട്ട് പോയത്. ഹല്ലേലൂയ. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും ജനിച്ചവർക്ക് പറ്റുകയുള്ളൂ. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന കാര്യം, നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളോ നമ്മളുമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയമോ പ്രശ്നങ്ങളോ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക? അത് പറ്റാൻ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യുന്നവരെങ്കിൽ നമ്മൾ അങ്ങനെ സ്നേഹമുള്ളവരായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന വിചാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കതിനൊരു പ്രയോറിറ്റി കൊടുക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി. ആ പ്രയോറിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്കുണ്ടാകും, പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിനെ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവഹിതം നമ്മളിലൂടെ വെളിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ ദേശത്തിനും എല്ലാം അനുഗ്രഹമായിരിക്കും. God bless you.